ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാൻ ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മുഖേന ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അതായത് നമ്മളെന്നും ഭാര്യയും ഭർത്താവും നല്ല സുഹൃത്തുക്കളായിരിക്കണം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഭാര്യയ്ക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഭർത്താവും തയ്യാറാവണം. അതുപോലെ തന്നെ ഭർത്താവിനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് തുറന്നു പറയാൻ ഭർത്താവും തയ്യാറാവണം. അത് കേൾക്കാൻ ഭാര്യയും തയ്യാറാവണം. അങ്ങനെ പരസ്പരം വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മിക്കവാറും കുടുംബങ്ങളിലെല്ലാം സംഭവിക്കുന്നത് ആണുങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കാനും പെട്ടെന്ന് വിഷമങ്ങളെ മാറ്റാനും സാധിക്കും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ വളരെ പഴയ കാര്യങ്ങൾ പോലും അവർ ഓർത്തിരുന്ന് പറയും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അത് പറയുമ്പോൾ തന്നെ അതങ്ങ് പറഞ്ഞ് തീർക്കും. അത് പറയാൻ തയ്യാറാവണം. മിക്ക പുരുഷന്മാരും പറയില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ വളരെ അപൂർവം പേരത് തുറന്ന് സംസാരിക്കുന്നവരുണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ വിഷയങ്ങളായിട്ട് തോന്നും. ഒരു കുടുംബത്തിലെ ചെറിയ നിസ്സാര കാര്യങ്ങൾ. ഇപ്പോൾ ഒരടുക്കളയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭർത്താവ് അവളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവളുടെ മനസ്സിലിങ്ങനെ വിഷമിച്ചിരിക്കും. അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവളുടെ ഉണർവിനെ അത് കെടുത്തിക്കളയും. അത് ഒരു സ്ത്രീ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകതയാണത്. മെനോപോസ് ആയ ഒരു സ്ത്രീയാണെങ്കിൽ പറയുകയും വേണ്ട, അവർക്ക് അതിങ്ങനെ മനസ്സിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രവണത പലരെയും ആത്മഹത്യയിലേക്ക് വരെ പ്രേരിപ്പിക്കും. കാരണം താൻ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് താൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവൾക്ക് പിന്നെ ആരാണത് കേൾക്കാനുള്ളത്? എന്തായാലും ഒരു ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് തുറന്ന് പറയുന്ന പോലെ മറ്റാരോടും തുറന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പറയാൻ കഴിയുമായിരിക്കും, പക്ഷേ ഒരു അന്യ വ്യക്തിയോട് പറയുമ്പോൾ അവർ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് തോന്നും, അവരുടെ കൂടെയാണ് സംസാരിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് സുഖമാണ് ലഭിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ വെറുതെ വ്യാജമായ ധാരണകളാണ്. കാരണം രണ്ട് അന്യ വ്യക്തികളാണല്ലോ അവർ. അപ്പോൾ അവർക്ക് എന്തു വേണമെങ്കിലും സംസാരിക്കാം, പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് സംസാരിക്കാം. നേരെ മറിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അങ്ങനെ വരില്ല. അതാണ് ഈ വിവാഹേതര ബന്ധങ്ങൾ കൂടുതലും അങ്ങനെ വരുന്നത്. കാരണം വിവാഹേതര ബന്ധത്തിൽ നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും വേറൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ വേറൊരു വ്യക്തിയാണ്. ഒരുമിച്ച് ജീവിച്ചാൽ, അതായത് കൂടെ കിടന്നാലല്ലേ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആ വ്യക്തി കേൾക്കുമ്പോഴും അതിൽ നല്ല കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അതേസമയം ഒരു കുടുംബത്തിലാവുമ്പോൾ ഏറ്റവും ആദ്യം എടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഭാര്യ ഇപ്പോൾ കുറ്റപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് കുറ്റപ്പെടുത്തുമ്പോഴോ ഒന്നല്ലെങ്കിൽ കുറ്റപ്പെടുത്തലായിരിക്കില്ല, അവരത് നന്നാവാൻ വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കുശുമ്പുള്ള ഭർത്താവാണെങ്കിൽ അത് കുറ്റപ്പെടുത്തലായിട്ട് കണക്കാക്കി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാ കുടുംബങ്ങളിലും തന്നെ നല്ല രീതിക്കാണ് ജീവിച്ചു പോകുന്നത്. വളരെ അപൂർവ കുടുംബങ്ങളിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറാറുള്ളൂ. കാരണം ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ള നല്ലൊരു ധാരണ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചുണ്ട്. അവർ ജീവിക്കുന്ന അത്രയും നാൾ വളരെ സുഭിക്ഷമായി സന്തോഷമായി ഭാര്യയോടും കുട്ടികളോടും മൊത്തം യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ സന്തോഷിക്കാനുമാണ് ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിൽ ഡൈവേഴ്സ് കേസുകളും കൂടുതലുണ്ട്. കാരണം അവർ ജീവിച്ചു വന്ന സിറ്റുവേഷൻ ഞാൻ പറയുമ്പോൾ, ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി അവൻ്റെ സ്വഭാവങ്ങൾ, അവന് ഏകദേശം ഒരു 5 വയസ്സ് വരെ അവൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതുപോലെ
അവനറിഞ്ഞിട്ടുള്ള ചീത്ത കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അവന് എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരു 5 വയസ്സ് വരെയാണ് അവരുടെ ഇത്തരം കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്നായിട്ട് പെരുമാറാനും നല്ലൊരു വ്യക്തിയായിട്ട് വളരാനും ജീവിക്കാനും എല്ലാം നമ്മൾ ആദ്യമേ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം പിന്നീട് കുടുംബങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പല ചീത്ത കാര്യങ്ങളും ആളുകൾ ചെയ്യുവാനായിട്ട് ഇടവരുന്നത്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ. അപ്പം നല്ല ശീലമാണെങ്കിൽ അത് നമ്മൾ മരിക്കുന്നവരെ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ അത് മരിക്കുന്നവരെ ചീത്തയായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, തുറന്ന സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.